ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം വളരെ സവിശേഷമായ ഒരു വോട്ട് വ്യത്യാസം കാണാൻ ഇടയാകുന്നുണ്ട്. കാരണം യു.ഡി.എഫും എൽ.ഡി.എഫും തമ്മിലുള്ള വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് 19 ലക്ഷം വോട്ടിന്റെയാണ്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 99 സീറ്റ് നേടിയ എൽ.ഡി.എഫിന് യു.ഡി.എഫിനേക്കാൾ അധികം ഉണ്ടായിരുന്ന സീറ്റ് 12.42 ലക്ഷമാണ്. പക്ഷേ അതേ ഇത്തവണ 102 സീറ്റ് നേടിയ യു.ഡി.എഫിന് 19 ലക്ഷം വോട്ടിന്റെ വ്യത്യാസമുണ്ട്. സത്യത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതത്തോടൊപ്പം തന്നെ CPM മുക്ത ഭാരതവും കൂടി നടപ്പാകുന്നുണ്ട്. CPM മുക്ത ഭാരതമായി കഴിഞ്ഞു ഭരണത്തിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ നോക്കിയാൽ ഒരു സീറ്റാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതേതോ ഒരു ഔദാര്യത്തിന് കിട്ടിയതാണ്. അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു വെസ്റ്റ് ബംഗാളിലെ CPM-ന് അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിക്കൊക്കെ വേണമെങ്കിൽ ആഘോഷിക്കാവുന്ന സാധനമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കിട്ടിയിരുന്നില്ല. കേരളത്തിലും ഇത് സൂചിപ്പിക്കുന്നത് ഈ കഴിഞ്ഞ പ്രാവശ്യം LDF-ന് അധികമായിട്ട് കിട്ടിയിരുന്നത് 12 ലക്ഷത്തിലേറെ വോട്ട്. ഇപ്പൊ കിട്ടിയിരിക്കുന്നത് 7 ലക്ഷത്തിലേറെ വോട്ട്. ഒരു സംശയം വേണ്ട, ഈ അധികം കിട്ടിയിരിക്കുന്ന വോട്ട്, അതായത് ഇത്രയും വലിയ വ്യത്യാസം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഈ സമീപകാലത്ത് വരുന്നത്. എൻ്റെ മുമ്പിൽ കണക്കിൽ മറ്റ് എല്ലാ തെരഞ്ഞെടുപ്പുകളെയും കണക്കില്ലാത്തതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. എങ്കിലും ഇത്രയും വലിയൊരു, കാരണം 2011 ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുമ്പോൾ LDF-ഉം UDF-ഉം തമ്മിലുള്ള വ്യത്യാസം ഏതാണ്ട് 1.5 ലക്ഷത്തില്, അതായത് 2 ലക്ഷം തികച്ചില്ല. മനസ്സിലായില്ലേ? 2 ലക്ഷം തികച്ച് ഭൂരിപക്ഷം, വോട്ടിന്റെ ഭൂരിപക്ഷം UDF-നില്ലായിരുന്നു. 68ഉം 72 സീറ്റുകളും. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് 99 സീറ്റ് LDF-ന് കിട്ടിയപ്പോഴും 12 ലക്ഷത്തില് വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഇപ്പൊ 19 ലക്ഷത്തിലേക്ക് പോയിരിക്കുന്നു. അത് സൂചിപ്പിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന്, ഇടതുപക്ഷ അണികളുടെ, അതായത് വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിന്റെ പേരുണ്ട്, അണികൾ നേതൃത്വത്തെ തിരുത്തട്ടെ. അത് ശരിക്കും പറഞ്ഞാൽ പയ്യന്നൂർ മാത്രമല്ല, കേരളം മുഴുവൻ അതിന്റെ മാറ്റൊലി കൊണ്ടുവന്നുള്ളതാണ്. അത് വി കുഞ്ഞികൃഷ്ണന്റെ അണികൾ നേതൃത്വത്തെ തിരുത്തട്ടെ എന്നുള്ളത് തെക്കൻ കേരളത്തിൽ വി സുധാകരനിലൂടെ മാറ്റൊലി കൊണ്ടു, വടക്കൻ കേരളത്തിൽ വി കുഞ്ഞികൃഷ്ണനിലൂടെയും TK ഗോവിന്ദനിലൂടെയും അടിത്തറ ഇളകുകയാണ് പാർട്ടിയുടെ. ആ അടിത്തറ ഇളകലാണ് ഇപ്പോൾ ഈ കോൺഗ്രസിൽ അല്ലെങ്കിൽ UDF-ന് കിട്ടിയിരിക്കുന്ന ഈ 19 ലക്ഷം വോട്ട് സൂചിപ്പിക്കുന്നത്. ഇതിനകത്ത് ഒരു മനപ്രയാസത്തോടുള്ള വോട്ട് ചെയ്ത ആൾക്കാരുമുണ്ട് LDF-ന്റെ കാര്യം. ഈ അണികൾ ഒന്നും ഈ നേതൃത്വം തിരുത്തുന്നെങ്കിൽ തിരുത്തട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി വോട്ട് ചെയ്ത ഒരു നല്ല ശതമാനം ഇതിനകത്ത് ഉണ്ടാവും എന്നുള്ളത് ഒരു സംശയമില്ല. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ഒരു CPM-കാരനോ അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക്, വിശേഷം CPM-കാർക്ക്, അവർക്ക് അരിവാൾ ചുറ്റിക്കുകയോ അതല്ലെങ്കിൽ അവരുടെ മുന്നണിയിൽ പെടുന്ന പാർട്ടിയോ അല്ലാതെ വേറൊരെണ്ണത്തിൽ കൈപ്പത്തിക്കുകയോ കുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമുക്ക് ചിത്രീകരിക്കാൻ പറ്റാതെ മനസ്സിലാവുന്നില്ല. കാര്യം അവർ വിചാരിച്ചാൽ പോലും കൈയെടുത്ത് പിടിച്ചു എനിക്ക് ഒരു വർഷമെങ്കിൽ വലത് കൈ കൊണ്ടാണ് ഈ വോട്ട് കുത്തിയിട്ടുണ്ടെങ്കിൽ, അമർത്തിയിട്ടുണ്ടെങ്കിൽ അവർ ഇടത് കൈ കൊണ്ട് കൈ പിടിച്ച് മുമ്പോട്ടോ പുറകോട്ടോ കൊണ്ടുപോയിട്ടായിരിക്കണം ഈ കൈപ്പത്തിയിൽ കുത്തിയിരിക്കുക. അത്രയ്ക്ക് വൈമുഖ്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷത്തെ ഈ പിണറായി വിജയൻ, പാർട്ടി എന്ന് പറയേണ്ട ആവശ്യമില്ല, പിണറായിയും പാർട്ടിയും ഒന്ന് തന്നെയായിരുന്നു, പിണറായി അദ്ദേഹം ഈ ഇടതുപക്ഷത്തെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സൂചനയാണ് ഇത്. സൂചന നൽകുന്നത് കേരളത്തിലെ CPM-ന്റെ ഭാവി, അതിന്റെ അടിത്തറ ഇളകിയിരിക്കുന്നുള്ളതാണ്. കാര്യം കേരളത്തിലെ G സുധാകരനും TK ഗോവിന്ദനും വി കുഞ്ഞികൃഷ്ണനും ആ പാർട്ടിക്കുള്ളിൽ നിന്ന് ഇറങ്ങി വന്ന് പുറത്ത് UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാം എന്നുണ്ടെങ്കിൽ ഇവരെക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റുകാരൊന്നും ഇന്ന് നിലവിൽ ആ പാർട്ടിക്കുള്ളിലില്ല. മാത്രമല്ല TK ഗോവിന്ദനൊക്കെ ഉൾപ്പെടെയുള്ളവർ ജയിക്കുക കൂടി ചെയ്യും. അതാ പറഞ്ഞത്, അവർക്ക് കിട്ടിയ ഭൂരിപക്ഷം നോക്കുക. ഇപ്പൊ സുധാകരന് കിട്ടിയ ഭൂരിപക്ഷം നോക്കുക അമ്പലപ്പുഴയിൽ, അല്ലേ? കഴിഞ്ഞ തവണ ഏകദേശം ഒരു തരംഗം ഉണ്ടായിരുന്നു, LDF തരംഗം. അന്ന് പോലും SLM-ന് 15 എങ്ങാണ്ട് അവിടെ അമ്പലപ്പുഴ കിട്ടിയുള്ളൂ. ഇപ്പോ 50,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ TI മധുസൂദനൻ ജയിച്ച പയ്യന്നൂർ മണ്ഡലത്തിലാണ് എത്രയാ വി കുഞ്ഞികൃഷ്ണന്റെ ഭൂരിപക്ഷം? എത്രയാ? എനിക്ക് തോന്നുന്നു 17 അങ്ങനെയുണ്ടാണെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ TK ഗോവിന്ദന്റെ ഭൂരിപക്ഷം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇതിന്റെ അടിത്തറ ഇളകുകയാണ്, നിശബ്ദമായിട്ട് ഇളക്കിയിട്ട് കൊടുക്കുന്നുള്ളതാണ്. ഇപ്പൊ ഇതോടൊപ്പം
BJPക്ക് 20 മണ്ഡലങ്ങളിലെ 20% മുകളിൽ വോട്ട് കൂടിയിട്ടുണ്ട്. അതെ. കൂടാതെ 6 രണ്ടാമതും എത്തി എന്നുള്ളതാണ്. ഉം. അപ്പൊ നിശബ്ദമായിട്ടുള്ള ഒരു വളർച്ച, ഒരു കാര്യമായിട്ട് തന്നെ ഒരു വളർച്ച BJPക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളെയൊക്കെ ഞെട്ടിച്ചൊരു സാധനം, അതായത് ഈ CPM-കാർക്ക് എനിക്ക് തോന്നുന്നു തലമുറ മാറ്റം അതിനകത്ത് പ്രധാനപ്പെട്ട ഘടകമാവും. തലമുറ മാറ്റം, കാലത്തിന്റെ മാറ്റം, അത് രണ്ടും പരിഗണിക്കണം നമ്മൾ. കാലവും മാറിയിരിക്കുന്നു, ജനമെല്ലാം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഈ ജനത്തിന് ഈ ഫാഷിസം എന്നുള്ളൊരു വാക്കൊന്നും ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജനം മനസ്സിലാക്കുന്നത് ഇത് വൃത്തികേട്, സിമ്പിളാണ്. അല്ലാതെ ഇതിനകത്ത് ഈ പ്രതിക്രിയാവാദവും ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഈ BJPക്ക് ഇത്രയും കേന്ദ്രത്തിൽ തിരിച്ചടി ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം, പായും തലവണയും പറക്കിയെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിൻ്റെ MP-യുടെ റെസിഡൻസിൽ നിന്ന് BJP ഓടിച്ച കാഴ്ച രാജ്യം മുഴുവൻ കണ്ടു. അദ്ദേഹത്തിൻ്റെ MP സ്ഥാനം ഇല്ലാണ്ടാക്കി ഒരു അനാഥനെ പോലെ പായും തലയുടെ എല്ലാം പറക്കി കെട്ടിക്കൊണ്ട് ഒരു വണ്ടിക്കകത്ത് ഒഫീഷ്യൽ റെസിഡൻസ് പുറത്തു പോകുന്ന കാഴ്ച. ഈ കാഴ്ച BJPയിലെ നിരക്ഷരരായിട്ടുള്ള സ്ത്രീകളെ ഉൾപ്പെടെ അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. ശരിക്കും മറുപടി കൊടുക്കും. അപ്പം ഇതുകൊണ്ട് ഈ മറ്റേ പ്രതിക്രിയാവാദവും ഫാഷിസവും ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ആൾക്കാർക്ക് സാധാരണ മനുഷ്യനാണെങ്കിൽ കണ്ടറിയാം വൃത്തിയുള്ള പ്രവൃത്തി ഏത്, വൃത്തികെട്ട പ്രവൃത്തി ഏത്. ഇതാണ് അടിസ്ഥാന ഘടകം. ഈ സാധനം കണ്ടിട്ടാണ് ഈ മാറ്റം വോട്ടിൽ വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ ഈ 19 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലൊക്കെ ഇപ്പൊ VS അച്യുതാനന്ദൻ യഥാർത്ഥത്തിൽ VS അച്യുതാനന്ദൻ തോൽപ്പിച്ചാരാണ്? VS അച്യുതാനന്ദൻ 2ാം തവണയും തുടരും എന്നുള്ളതിന്റെ പേരിൽ ബോധപൂർവം പിണറായി വിജയൻ തോൽപ്പിച്ച സാധനമാണത്. എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണത്, പരസ്യമായ രഹസ്യമാണ്. അതിൽ 4 സീറ്റിനാണ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ തുടർന്നത് അല്ലേ. അപ്പോ ആ രീതിയിലുള്ള പ്രവർത്തനത്തിലൂടെ ഒക്കെ വന്ന് അവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താണ്? ഇപ്പൊ 2ാം അച്യുതാനന്ദൻ സർക്കാർ തുടർന്നിരുന്നുവെങ്കിൽ കുറേയും കൂടിയൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ CPM വേറൊരു രീതിയിലേക്ക് വളരുമായിരുന്നു. ചിലപ്പോൾ 2ാം അച്യുതാനന്ദൻ സർക്കാരിന് ശേഷം വീണ്ടും ഒരു ഭരണമാറ്റം വരികയോ ഒക്കെ ചെയ്ത് വീണ്ടും സംഘടനാപരമായ രീതിയിൽ കുറെ കൂടെ മെച്ചപ്പെട്ട് വീണ്ടും അധികാരത്തിൽ വരികയും അങ്ങനെ ആ ഒരു കേരളത്തിന്റെ ഒരു രീതിയിൽ ആ പാർട്ടി നിലനിന്നു പോകുമായിരുന്നു. മറിച്ച് അന്ന് പിണറായി വിജയന്റെ ലക്ഷ്യം, അവിടെയൊക്കെ വ്യക്തിയുടെ ലക്ഷ്യമാണ്, പിണറായി വിജയന്റെ ലക്ഷ്യമാണ് അച്യുതാനന്ദനെ പരാജയപ്പെടുത്തുക അല്ലേ. നമ്മൾ അച്യുതാനന്ദൻ എങ്ങനെയാണ് സീറ്റ് കിട്ടി 2006 സീറ്റ് കിട്ടിയതെന്നുള്ളത് നമ്മളെല്ലാം കണ്ടതാണ്. അതാരുടെ താല്പര്യമായിരുന്നു? പിണറായി വിജയന്റെ താല്പര്യം അല്ലേ. അപ്പം അവിടെ അതിലൂടെയൊക്കെ ഈ പാർട്ടി തകർന്നുകൊണ്ടിരിക്കുകയാണ്, ഇതിന്റെ ഈ അടി ഇളകിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആ അടി ഇളകിയത് ഇപ്പോ ഒരു കൊട്ടച്ചിൽ കുടഞ്ഞു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അതിന് എത്രമാത്രം പിടിച്ച്, കാര്യം അടിക്കല്ലുകൾ ഇളകിക്കഴിഞ്ഞാൽ പിന്നെ തൂണുകൾ എത്ര ബലമുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ആ തൂണുകളുടെ കട്ടി ഈ പിന്നെ അതിൻ്റെ അടിത്തറയ്ക്ക് ഭാരമായി മാറും, താങ്ങാൻ പറ്റത്തില്ല. ആ ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കേരളം ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇനി പാർട്ടിയെ രക്ഷപ്പെടുത്തുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇനി അല്ലെങ്കിൽ AKGയെ പോലെയോ അല്ലെങ്കിൽ EMSനെ പോലെയൊക്കെ ഒരു നേതാവ് ഉദിച്ചുയർന്നു വരണം. അത് ഈ കഴിഞ്ഞ 25 വർഷത്തെ പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ ശൈലിയിൽ നിന്നോ അതല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സാംസ്കാരിക ഭൂമികയിൽ നിന്നാണ് അത്ര ഒരു നേതാവ് ഉയർന്നു വരേണ്ടത്. പക്ഷെ കഴിഞ്ഞ 26 വർഷമായിട്ട് പിണറായി വിജയന്റെ ഭൂമികയിലാണ് ഈ പാർട്ടി നിലനിന്നത്. അപ്പോൾ ആ ഒരു സംസ്കാരത്തിൽ നിന്ന്, ആ ഒരു കൾച്ചറിൽ നിന്ന്, ആ ഒരു ഭൂമികയിൽ നിന്ന് അങ്ങനൊരു നേതാവിന് വരാൻ ഒരു 0.1% മാത്രമേ സാധ്യതയുള്ളൂ. സാധ്യതയില്ല എന്ന് പറയുന്നില്ല. എന്തായാലും ആ കാര്യത്തില് കനൽ ഒരു തരി ഉണ്ടായിരുന്നതും കെട്ടുപോയിരിക്കുന്നുള്ളതാണ്. പിന്നെ ഈ കനലിന്റെ പ്രത്യേകത, ഒരു ചെറിയ സാധനമാണെങ്കിലും ഊതിയാൽ തെളിച്ചു വരാം എന്നുള്ളതാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ കാര്യം അത് തന്നെയാണ്. കോൺഗ്രസിനും ഈ പറഞ്ഞതുപോലെ കനൽ ഇന്ത്യയിലെമ്പാടും നിലനിൽപ്പുണ്ട്. പക്ഷെ ഈ KC വേണുഗോപാലിനെ പോലുള്ള ആൾക്കാരിട്ട് ഊതിയാൽ അത് കത്തത്തില്ല, വെറുതെ ചാരം പറക്കുമെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ കനലിനെ ഊതണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ തണുത്ത ചാരമുള്ളിടത്ത് പോയി ഊതിയിട്ട് കാര്യമില്ല. അത് ആദ്യം ഒന്ന് പഠനം നടത്തണം. എവിടെയാണ് ചെറിയ ചൂടുള്ളത് കൈയൊക്കെ വെച്ച് നോക്കി, തണുത്ത അന്തരീക്ഷത്തിൽ പോയി ഒക്കെ നോക്കിയിട്ട് ഇവിടെ ചൂടുണ്ടാവും എങ്കിൽ പിന്നെ അവിടെ ഊതാം. അങ്ങനെ ഊതിയാലേ കത്തത്തുള്ളൂ. അപ്പോൾ കേരളത്തിലും ഈ പറഞ്ഞതുപോലെ കനൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യയശാസ്ത്രപരമായിട്ട് ആ പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ് മാറിയ കാലഘട്ടത്തിൽ. കാര്യം അശാസ്ത്രീയതയിൽ കെട്ടിപ്പടുത്തിയ ഒരു പ്രത്യയശാസ്ത്രമാണ്.
അപ്പോൾ അത് ഒക്കെ വലിയ വിഷയമാണ്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ കണ്ടത് ഒരു വെറുതെ ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഇപ്പൊ CPM വേറൊരു ഈ പറഞ്ഞതുപോലെ ഒരു പേരിന്റെ രൂപത്തിലെങ്കിലും ഒരു സംഘടനാ രൂപത്തിലെ ശക്തമായ സംഘടനാ രീതിയുള്ള ഒരു ഘടനയുള്ള ഒരു പാർട്ടിയാണ്. ആ ഘടനയ്ക്കകത്തൊരു പരിവർത്തനമൊക്കെ വരുത്തി ഇപ്പൊ ഉദാഹരണത്തിന് 1957 ബാലറ്റിലൂടെ അധികാരത്തിൽ വരുന്നു, ഒരു വലിയ മാറ്റമാണ്. അതുവരെ ചിന്തിക്കാത്ത ഒരു സംഗതിയിലേക്കാണ് ചിന്ത പോയത്. ആ ചിന്തയുടെ ആ സർഗാത്മകത കൊണ്ടാണ് ഇത്രയും വർഷം പിടിച്ചിരുന്നത്, അല്ലേ? അത് ലോകത്തിലും ഇപ്പൊ മറ്റു പലയിടത്തേക്കും അത് വ്യാപിക്കുകയും ചെയ്തു. അപ്പൊ അവിടെയാണ് ഈ ധിഷണാശാലികളുടെ ഒരു പ്രസക്തി വരുന്നത്. അപ്പോൾ അങ്ങനെ ധിഷണയുള്ള ഒരു നേതാവെന്ന് നമുക്ക് നോക്കിയിട്ട് തപ്പിയും പറക്കിയും അരിച്ചും കിഴിച്ചും ഗുണിച്ചും നോക്കിയിട്ട് നമുക്കിന്ന് CPM കാണാൻ പറ്റുന്നില്ല. കാണുന്നതെല്ലാം പിണറായിയുടെ ഭക്തരായിട്ട് ജീവിച്ച് അദ്ദേഹം കൊടുത്ത ഔദാര്യം പറ്റിയ ആൾക്കാർ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഈ വോട്ട് 19 ലക്ഷം വോട്ട്, അതല്ലെങ്കിൽ ഏതാണ്ട് 9% വരുന്ന വോട്ടിന്റെ വ്യത്യാസം, 19 ലക്ഷം വോട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല. ഒരു പ്രസ്ഥാനത്തിന് വേണമെങ്കിൽ രൂപം കൊണ്ടുവരാനുള്ള വോട്ടിന്റെ ശക്തിയുണ്ട് ഈ വേറെ തന്നെ ഒരു പ്രസ്ഥാനത്തിന് ഈ 19 ലക്ഷം വോട്ടെന്ന് പറഞ്ഞ കേരളത്തിൽ. അപ്പൊ അത്രയും ഇത് സൂചിപ്പിക്കുന്നത് വരാൻ പോകുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ മാറ്റത്തിന്റെ ഗണിത ശാസ്ത്രപരമായിട്ടുള്ള ഒരു തെളിവായിട്ടാണ് ഈ 19 ലക്ഷം നമ്മുടെ മുമ്പിൽ ഇപ്പം നിൽക്കുന്നത്.